ഹലോ. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണേ എൻ്റെ വീക്ക്ലി സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ. സോ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. നോ മേക്കപ്പ്, ഒരു ലിപ് ഗ്ലോസ് മാത്രം ഇട്ടിട്ടുള്ളൂ ഞാൻ. ഈ ഒരു റൂട്ടീൻ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ ഫോളോ ചെയ്യണം. ഒരു 2 ദിവസം, ആഴ്ചയിൽ 2 3 തവണ. അപ്പം നമുക്ക് എൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ബഞ്ചാറസ്. ഇവരുടെ പ്രൊഡക്റ്റ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. കൂടുതലും ഞാനൊരു ഫേസ് ജെല്ല് ഉപയോഗിക്കാറുണ്ട് ഇവരുടെ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബഞ്ചാറസിൻ്റെ മുൾട്ടാണിമുട്ടി, ഇത് പപ്പായ, ഓറഞ്ച്, പിന്നെ പ്ലെയിൻ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓറഞ്ച് പീലും പിന്നെ പപ്പായ. ഓക്കെ, ഇത് ഓറഞ്ച് പീലാണ്. ഞാനിത് വെച്ചിട്ടൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ. സോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, കുറേ കഴിയാറായി ഇത്. ഓക്കെ, സോ ഈ ബഞ്ചാറസിൽ ഒരു 2 ടീസ്പൂണൊക്കെ, 2 ടീസ്പൂൺ. നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കണ തൈരാണ് കേട്ടോ. ഒരു ടീസ്പൂൺ തൈര് വേണം. സോ ഈ തൈരിൽ എന്താ വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ലാക്റ്റിക് ആസിഡ്, പിന്നെ വൈറ്റമിൻ ഡി. ലാക്റ്റിക് ആസിഡും വൈറ്റമിൻ ഡിയും നമ്മുടെ റിങ്കിൾസ് പോകാനും, നമ്മുടെ എന്താ പറയുക ഡാർക്ക് സർക്കിൾസ്, റിങ്കിൾസ്, പിന്നെ സ്കിൻ നല്ല ടൈറ്റ് ആവാനും ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ തൈര് നല്ലൊരു ബ്ലീച്ചാണ്. ഈ തൈര് വെറുതെ മുഖത്തിട്ട് നമ്മൾ വെയിലത്തൊക്കെ പോയി പുറത്ത് വന്നിട്ട് ഇത് ജസ്റ്റ് ഈ തൈര് 2 ലെയറായിട്ട് മുഖത്തിട്ട് നിങ്ങൾ വാഷ് ചെയ്തൊക്കെ നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ ടാൻ പോകും. അപ്പം സ്കിന്നിൻ്റെ ടാൻ പോകാൻ വേണ്ടിയിട്ടും ബെസ്റ്റാണ്. ഓക്കെ, ഇത് ഇത് 1 ടീസ്പൂൺ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ഹാഫ് ലെമൺ. ഈ ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലെമണും ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് പറയുന്ന പോലെ നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് മാറ്റാനും ചുളിവുകൾ അകറ്റാനും പിന്നെ ഈ ഒരു ടാൻ പോകാനൊക്കെ ഇതും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് മുഖത്തിടാൻ പാടില്ല, ആസിഡാണല്ലോ. അപ്പോൾ നമുക്ക് സ്കിന്ന് പ്രശ്നം വരും. അപ്പോൾ ഇത് ഞാൻ ഈ പാക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഹാഫ് ലെമൺ. പിന്നെ ഉപയോഗിക്കുന്നത് ഓക്കെ കടലമാവാണ് കേട്ടോ. കടലമാവിനും നല്ല എന്താ പറയുക ടാൻ മാറ്റാനും പിന്നെ നമ്മുടെ സ്കിന്നൊരു ഗ്ലോ വരാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ ഇതും ഞാൻ ഒരു ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മൾ ഇതെടുത്തു, ഒരു 2 ടീസ്പൂൺ മുൾട്ടാണിമിട്ടി എടുത്തു, അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുൾട്ടാണിമിട്ടി. ഓക്കെ, 1 ടീസ്പൂൺ തൈരാണ് കേട്ടോ എടുക്കണം ഞാൻ. ഓക്കെ, പിന്നെ കടലമാവ്, അതും 1 ടീസ്പൂൺ ആയിട്ട് എടുക്കണം സ്പൂൺ. ഓക്കെ, പിന്നെ ലെമൺ, ഹാഫ് ലെമൺ ഞാൻ സ്ക്വീസ് ചെയ്യുന്നുണ്ട്. സോ നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ബ്രഷ് വെച്ചിട്ട് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കൈയാണെങ്കിൽ ആവില്ല. ഓക്കെ, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നോക്കാം. ആക്ച്വലി ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഉപയോഗിക്കുമ്പോഴും ഇപ്പം ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഡബിൾ ലെയറായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ പാക്ക് എപ്പോഴും ഓക്കെ, എന്നാലും എൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. പാക്ക് ഇട്ട് കഴിഞ്ഞു. സോ ഇത് ഡ്രൈ ആയി കളഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യും. ഓക്കെ, സോ ഒരു ഫുൾ ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ, കാരണം സ്കിന്നിന് ചുളിവ് വരും. കാരണം ഞാൻ കടലമാവൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ അതുപോലെ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഉണങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ, സ്കിന്നിന് ചുളിവ് വരും. അപ്പോൾ ഏത് പാക്കാണെങ്കിലും അങ്ങനെ തന്നെ. സോ ഒരു 10 മിനിറ്റ് നോക്കി നമുക്ക് ഡ്രൈ ആവുമ്പോൾ ഇത് വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പോൾ പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് എടുത്ത് കാണിച്ചത്. ഓക്കെ, ഇത്രയും ഡ്രൈ ആയാൽ മതി കേട്ടോ, ഓവർ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ,
കണ്ടോ, സ്കിന്ന് നല്ല ടാനൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. വാഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ മുഴുവൻ കഴുകി കളഞ്ഞു. കണ്ടോ, സ്കിന്ന് നല്ല ഗ്ലോ വന്നിട്ടുണ്ട്, നമ്മുടെ ടാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ കടലമാവ് ഉപയോഗിക്കുമ്പം ചില ആൾക്കാർ സ്കിൻ ഡ്രൈ ആവുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ തൈര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് ഓയിലുണ്ട്. അപ്പോൾ അധികം സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സപ്പിൾ ആവും കേട്ടോ, അപ്പോൾ ഡ്രൈ ആവത്തില്ല. കണ്ടോ എൻ്റെ സ്കിൻ നല്ല, ഇപ്പം ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, നല്ല സ്മൂത്ത് സപ്പിൾ ആൻഡ് ഗ്ലോയിങ് സ്കിന്നായിട്ടുണ്ട്. സോ നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ പോൺസ് ആണ് കേട്ടോ, പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഓയിലി അല്ല, ആക്ച്വലി എൻ്റെത് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. സോ ഞാൻ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് സ്കിൻ ഡ്രൈ ആവാറില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാക്ക് കഴുകി കളഞ്ഞ് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, സോ നമ്മളൊരു ഫേഷ്യൽ ചെയ്ത അതേ ഒരു ഗ്ലോ എനിക്ക് തോന്നുന്നുണ്ട് ഫേസിലൊക്കെ. നല്ല മസാജ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന്. ഇതാണ് എൻ്റെ വീക്ക്ലി സ്കിൻ കെയർ റൂട്ടീൻ.